അതിക്രൂരമായ വളരെയധികം പേടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഇന്ന് പുലർച്ചെ കൊല്ലമുണർന്നത്. കരുനാഗപ്പള്ളിയിൽ 45 വയസ്സുള്ള ഒരു യുവാവിനെ അതിക്രൂരമായി രാത്രിയിൽ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു വാർത്ത. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഒരു വധശ്രമ കേസിലെ പ്രതിയായിട്ടുള്ള സന്തോഷ് എന്ന കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആ വ്യക്തിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കുടിപ്പകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് നയിച്ചത്. ആ കൊലപാതകം നടത്തിയത് ഈ കരുനാഗപ്പള്ളിയിലെയും ഓച്ചിറയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ടകളാണ് എന്നുള്ളതാണ് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലായത്. പണ്ട് വന്ന് ഇതുപോലെ ചെയ്തേച്ച് പോയതല്ലയോ? കാണാൻ കിട്ടണമെന്നുള്ള ഒരു വിചാരമില്ലേ? ഭഗവാനെ, എന്തൊരു ആവശ്യം ഇതേപോലെ വന്ന് ഒന്നിച്ചു പോയതാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയ കൊലപാതകം ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2:15 4 സംഘം ഇന്നോവ കാറിൽ ഈ വീട്ടിലേക്ക് എത്തുന്നത്. 2 മുറി മാത്രമുള്ള വീടാണ്. ആദ്യത്തെ വാതിൽ ചവിട്ടി തുറന്നു. ആ സമയത്ത് ആ മുറിക്കുള്ളിൽ സന്തോഷിൻ്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അലറി നിലവിളിച്ചു. അതോടുകൂടി അവരെ ആക്രമിച്ചില്ല. അതിനുശേഷം തൊട്ട് സമീപത്തുള്ള വാതിൽ തകർക്കുകയും അതിനുള്ളിലുണ്ടായിരുന്ന സന്തോഷിനെ ആക്രമിക്കുകയുമായിരുന്നു. സന്തോഷിനെ ആദ്യം നെഞ്ചിൽ കുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ഒഴിഞ്ഞു മാറി. അതിനുശേഷം കാലിൽ കമ്പിപ്പാര കൊണ്ടും അതുപോലെ തന്നെ മൺവെട്ടി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന ആൾക്കാരാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത്. 2019 ഈ അക്രമങ്ങളുടെ തുടക്കം. 2019 ഒരു സംഘം ആളുകൾ സന്തോഷിനെ ആക്രമിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാലത്ത് സുഹൃത്തുക്കളായിരുന്ന ആൾക്കാരാണ് ആക്രമിച്ചത്. അതിനുശേഷം 2024 നവംബർ 13 ഈ സുഹൃത്തുക്കളെ സന്തോഷ് ആക്രമിച്ചു. അതിനുശേഷം ഇയാൾ ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിൽ ഒരു വൈരാഗ്യം കഴിഞ്ഞ നവംബർ 23 നടത്തിയ ഒരു അക്രമം അല്ലെങ്കിൽ കൊലപാതക ശ്രമം, അതിൽ ഉണ്ടായ ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിൽ അരുംകൊലയിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെയും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെയും ചില ആൾക്കാർ കൃത്യമായി നടത്തിയ ആസൂത്രണമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. വണ്ടിക്കകത്ത് കയറ്റുന്നവരെ ആളൊക്കെ ആയിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ BP എല്ലാം പൾസ് തീരെ കുറഞ്ഞു. പിന്നെ മരണം സ്ഥിരീകരിച്ചിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. ഒരമ്മയുടെ മുന്നിൽ വെച്ചാണ് സന്തോഷ് എന്ന മകനെ ഈ അക്രമികൾ വെട്ടിയും തല്ലിയും കൊലപ്പെടുത്തിയത്. മകനെ കൊല്ലരുത് എന്ന് അമ്മ നിലവിളിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാൻ ഇവർ തയ്യാറായില്ല. ഒരു ഇന്നോവ കാറിലാണ് ഇവർ എത്തിയത്. അതിനുശേഷം അവർ നേരെ പോയത് ബൊവാക്കാവിലേക്കാണ്. പോകുന്ന വഴിയാണ് അനീർ എന്ന് പറയുന്ന സുഹൃത്ത്, സന്തോഷിൻ്റെ സുഹൃത്താണ് അനീർ. അയാൾ റോഡരികിൽ നിൽക്കുന്ന കണ്ടും അയാളുടെ കൈയും കാലും പരിക്കേൽപ്പിച്ചു. അനീറിൻ്റെ മൊഴി അനുസരിച്ച് സന്തോഷിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ എല്ലാം തങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. അതിൽ അനീർ മൊഴി നൽകിയിരിക്കുന്നത് ഹൽവ അതുൽ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആക്രമണം നടത്തിയത്. അയാൾ മേമന സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഓച്ചിറയിലെ സംഭവത്തിന് കണക്ഷൻ ഉണ്ടോ? നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായ ആസൂത്രണം സന്തോഷിന്റെ കൊലപാതകത്തിലുണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഒരു ഇന്നോവ കാർ അവർ വാടകയ്ക്കെടുത്തിരുന്നു. ആ കാറ് ഒരു വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി നൽകിയതാണ്. മേമന സ്വദേശിയായിട്ടുള്ള ഗുണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് കാറ് എടുത്തുകൊണ്ട് വരികയാണ്. അതിനുശേഷം ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മേമന സ്വദേശിയായിട്ട് വീട്ടിൽ വെച്ച് ആ കാറിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നു. രാത്രി 9:45 ഈ വ്യക്തിയുടെ വീട്ടിൽ ഈ അക്രമി സംഘങ്ങളെല്ലാം തമ്പടിക്കുന്നു. അവിടെ വെച്ച് ഇവർ സന്തോഷിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തേണ്ടതെന്ന് സംബന്ധിച്ചൊരു ഗൂഢാലോചന നടത്തുന്നു. അതിനുശേഷം 11 മണിയോടുകൂടി, അതായത് 1.25 മണിക്കൂറോളം മേമന സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തിയുടെ വീട്ടിൽ ഈ അക്രമികൾ ഉണ്ടായിരുന്നു. 11 മണിയോടുകൂടിയാണ് അവിടെ നിന്നിറങ്ങിയത്. കരുനാഗപ്പള്ളിയിൽ എത്തി അവിടെ ചില സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിച്ച ശേഷം 2:15 സന്തോഷിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ക്രൂരമായി കൊലപാതകം നടത്തുകയുമായിരുന്നു. പ്രതികൾ ആരൊക്കെയാണ് എന്ന വിവരം കൃത്യമായി കരുനാഗപ്പള്ളി പോലീസിനും അതുപോലെ തന്നെ ഓച്ചിറ പോലീസിനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ ഒളിവിലാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ്. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ചല്ല, പല സ്ഥലങ്ങളിലായിട്ടാണ് അവർ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് ആ കാറിൻ്റെ പരിശോധന നടത്തുന്നതിന് സമയത്ത് തന്നെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടുപോയ 2 പ്രതികളുണ്ട്. അവർ മേമന അല്ലെങ്കിൽ വയനകം ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത്. അല്ലാതെ പക്ഷേ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം, ചൂനാട് പോലെയുള്ള മേഖലകളിൽ അവർ തമ്പടിച്ചു എന്ന് പോലീസ് കരുതുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സിറ്റി പോലീസിലെ മുഴുവൻ പോലീസ് ഫോഴ്സിനെയും ഇറക്കിക്കൊണ്ടുള്ള വലിയ പരിശോധനയാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോടുകൂടി ഈ പ്രതികളെ പൂർണ്ണമായും പിടികൂടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.